ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തിരുവനന്തപുരത്തും കണ്ണൂരിലും ബിജെപിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ബിജെപിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിച്ചു. മാർച്ച് പ്രൊഫസർ വി.ടി. രമ ഉദ്ഘാടനം ചെയ്തു. സനാതന സംസ്കാരത്തെ കുറിച്ചറിയാം. ആ സനാതന സംസ്കാരം ഇവിടെ ഉദ്ഘോഷിക്കുന്ന നൈതികവും ധാർമ്മികവുമായ മൂല്യങ്ങളെ കുറിച്ചറിയാം. ശ്രീനാരായണ ഗുരുദേവൻ ആ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടവനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞത്. കാരണം മനുഷ്യരുടെ ഇടയിൽ ചേരി തിരിവുകളില്ലാതെ, വിഭാഗീയതകളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന യഥാർത്ഥ സനാതന സംസ്കാരത്തിന്റെ വക്താവായിരുന്നു ഗുരുദേവൻ. അത് വായിച്ചറിയാൻ പറ്റാത്ത ഒരു വിഡ്ഢിയായി, സ്വയം വിഡ്ഢിയായി ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അവിടെ സംസാരിക്കുകയായിരുന്നു. കണ്ണൂരിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. താളിക്കാവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഴയ ബസ് സ്റ്റാൻഡിലാണ് സമാപിച്ചത്. LDF സർക്കാരിന്റെ ഭരണത്തിലെ വീഴ്ചകൾ മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം അവഹേളനങ്ങൾ നടത്തുന്നതെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബിജെപി ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ് പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് അകന്നുപോയിട്ടുള്ള ഭരണകൂടമാണ് പിണറായി വിജയന്റെ ഭരണകൂടം. ജനങ്ങളേറെ പ്രയാസപ്പെട്ട് ജീവിക്കുക. കാരണം ശമ്പളം കൊടുക്കാൻ പണമില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ വഴിതിരിച്ചുവിടാൻ ഹിന്ദുക്കളെ ആക്രമിച്ചാൽ മതി, ഹിന്ദുവിനെതിരെ പ്രതിഷേധിച്ചാൽ മതി, ഹിന്ദുവിനെതിരെ പ്രതികരിച്ചാൽ മതി. അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി പിണറായി വിജയൻ നിത്യവും നീചവുമായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. സനാതനധർമ്മത്തെയും ഹിന്ദു ആശയങ്ങളെയും അവഹേളിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് ബിജെപിയുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.